നമസ്കാരം. പിണറായിയുടെ ഭരണം ജനം വെറുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ധൂർത്തായിരുന്നു. ധാർഷ്ട്യവും അഴിമതിയുമൊക്കെ ഒരു വശത്തുണ്ടെങ്കിലും ധൂർത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ആ ധൂർത്തിൻ്റെ പേരിൽ പിണറായിക്ക് ഏറ്റവും അധികം പേര് കേട്ടത് വലിയ അകമ്പടി വാഹന വ്യൂഹമാണ്. എത്ര വണ്ടിയുണ്ടെന്ന് ആർക്കും അറിയില്ല. 14 16 ഉണ്ട്, 40 എന്നൊക്കെ ജനം പറയുന്ന സ്ഥിതി ഉണ്ടായി. അത്രമാത്രം വേഗതയിൽ ഒരുപാട് വാഹനങ്ങൾ പറക്കുമ്പോൾ ജനങ്ങൾക്ക് തോന്നുക സ്വാഭാവികമാണ്. അത്തരമൊരു ധൂർത്തിന് താനില്ല എന്ന് പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എസ്കോട്ടും പൈലറ്റും മാത്രം മതി, അതില്ലാതെ പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എസ്കോട്ടും പൈലറ്റും 2 വണ്ടി, മുമ്പിലും പിമ്പിലും ഓരോ വണ്ടി മാത്രം മതി എന്ന് പറയുന്നു. എന്നാൽ ഇതൊക്കെ നടക്കുമോ എന്ന് കണ്ടറിയണം. പിന്നീട് പോലീസുകാർ ചെവി തിന്നുകൊണ്ട് സുരക്ഷാ ഭീഷണി പറഞ്ഞുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെ വി.ഡി. സതീശൻ അതിജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വി.ഡി. സതീശനും മന്ത്രിമാരും പെട്ടുപോയിരിക്കുന്നത് അക്കാര്യത്തിലല്ല. പിണറായിക്ക് ഏറ്റവും അധികം പേരുദോഷമുണ്ടാക്കിയത് ക്ലിഫ് ഹൗസിൻ്റെ മോടി പിടിപ്പിക്കലാണ്. എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാർ പുതുതായി ചുമതലയേൽക്കുമ്പോൾ മോടി പിടിപ്പിക്കാറുണ്ട്. പിണറായി വിജയൻ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു. പിണറായി വിജയൻ ലിഫ്റ്റ് വരെ വെച്ചു. ക്ലിഫ് ഹൗസിനകം മുഴുവൻ പലതവണ മോടി പിടിപ്പിച്ചു. ക്ലിഫ് ഹൗസിന് ചുറ്റുമതിൽ പണിതു. ക്ലിഫ് ഹൗസിൽ കന്നാലിക്കുടി പണിതു. ക്ലിഫ് ഹൗസിനുള്ളിൽ നീന്തൽക്കുളം നവീകരിച്ചു. അങ്ങനെ പിണറായി വിജയൻ ആഡംബര ജീവിതത്തിന് വഴിതെളിക്കുന്ന ആരോപണം ശക്തമായി ഉണ്ടായി. ഇത് തന്നെയാണ് വാസ്തവത്തിൽ പിണറായിയെ വെറുക്കപ്പെട്ടവനാക്കിയതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ ആഡംബര ജീവിതമായിരുന്നു. ക്ലിഫ് ഹൗസും പല മന്ത്രിമാരുടെ മന്ദിരങ്ങളും വളരെയധികം പുരാതനമാണ്, ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തും രാജാക്കന്മാരുടെ കാലത്തുമൊക്കെയുള്ള കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയേറെ ചെലവേറിയ പണിയാണ്. പ്രത്യേകിച്ച് ക്ലിഫ് ഹൗസ്. 6 ഏക്കർ 25 സെൻറ്റ് സ്ഥലത്ത് വിശാലമായി കിടക്കുന്ന ഇടമാണ് ക്ലിഫ് ഹൗസ്. തിരുവനന്തപുരം നഗരത്തിൽ കവടിയാറിന് തൊട്ടടുത്ത് നന്തൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ് ക്ലിഫ് ഹൗസ്. ആ പരിസര പ്രദേശത്തൊക്കെ തന്നെയാണ് കൂടുതൽ മന്ദിരങ്ങളുള്ളത്. ഈ ക്ലിഫ് ഹൗസ് അതിപുരാതനമായ ഒരു വീടാണ്. ഈ 6.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന വീട്. ആ വീടിൻ്റെ കുഴപ്പം, ആ വീട് വളരെ പഴയ വീടായതുകൊണ്ട് അതിൻ്റെ ഓടുകളൊക്കെ ഇടയ്ക്കിടെ ഇളകിപ്പോകും, ചോർച്ചയുണ്ടാവുമെന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ പിണറായി വിജയൻ പറഞ്ഞൊരു വെള്ളം എടുത്ത് വെച്ച് അടച്ചു വെച്ചില്ലെങ്കിൽ മരപ്പട്ടിയുടെ മൂത്രം വീഴുമെന്ന്. അതും ട്രോളായി പിണറായിക്ക് കിട്ടിയ 100,000 പേരുകളിൽ ഒന്നായി മാറി ഈ മരപ്പെട്ടി. ആ സ്ഥിതി ഇപ്പോഴും അങ്ങനെ തുടരുകയാണ്. എത്ര ലക്ഷം രൂപ മുടക്കിയാലും ക്ലിഫ് ഹൗസ് ശരിയാക്കിയെടുക്കാൻ പറ്റുകയില്ല. ക്ലിഫ് ഹൗസ് ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പഴയ കെട്ടിടമായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാവും. മരപ്പെട്ടി കയറി നിരങ്ങുകയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറങ്ങിയാൽ പേരുദോഷം ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ അറിയാം. അതുകൊണ്ട് വി.ഡി. സതീശന് പേടിയാണ് ക്ലിഫ് ഹൗസിലെ മോടി പിടിപ്പിക്കലിന് അനുമതി കൊടുക്കാൻ. വി.ഡി. മുഖ്യമന്ത്രി ആവുന്നതിന് മുൻപ് തന്നെ 75 ലക്ഷം രൂപ മുടക്കി വി.ഡി. സതീശൻ മോടി പിടിപ്പിക്കുന്ന പേരിൽ കമ്മികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വാസ്തവത്തിൽ ഇതൊരു നുണയാണ്. നോക്കൂ, ഒരു കമ്മി പോസ്റ്റ്. ക്ലിഫ് ഹൗസിന്റെ ചിത്രമിട്ടിട്ട് സാദിഖ് മൈനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു കമ്മി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് നിരവധി കമ്മി ഫോറങ്ങളിൽ, കമ്മി ഗ്രൂപ്പുകളിൽ ഇതുണ്ട്. ആഘോഷിക്കണം. അത് ഒരെണ്ണം പറയാം. വി.ഡി. സതീശൻ രാജാവിന് പാർക്കാൻ ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നു. 72 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റാണ് എന്നാണ് അറിഞ്ഞത്. അതിന് മാധ്യമങ്ങൾ വിളിക്കുന്ന പുതിയ പേര് അറ്റകുറ്റപ്പണി എന്നാണ്. മോടി പിടിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ്. കോൺഗ്രസ് അത് ചെയ്താൽ അത് അറ്റകുറ്റപ്പണിയാകും. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷത്തിനിടയിൽ ക്ലിഫ് ഹൗസ് ചുറ്റുമതിൽ നിർമ്മാണമടക്കം അറ്റകുറ്റപ്പണികൾ ചെലവഴിച്ചത് 42 ലക്ഷമാണ്. അതേസമയം 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ചെലവഴിച്ചത് 35 ലക്ഷമായിരുന്നു. ഇപ്പോൾ ക്ലിഫ് ഹൗസ് രാജകീയമാക്കാൻ 72 ലക്ഷം ചെലവഴിക്കുകയാണ്. എന്നിട്ടാണ് ലളിത ജീവിതത്തെക്കുറിച്ച് പുരപ്പുറത്ത് കയറി നിന്ന് ഗീർവാണം അടിക്കുന്നത്. വല്ലാത്ത ജീവി തന്നെ. ഇത്തരത്തിൽ CPM-കാർ അടിച്ചേൽപ്പിക്കുകയാണ്. ഇവർക്ക് ഈ സൈബർ പ്രചരണത്തിൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. വാസ്തവം എന്താണെന്നറിയാമോ? 2 വർഷം മുമ്പ് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കണം, അതിന് കുഴപ്പങ്ങളുണ്ട്, മരപ്പെട്ടി ശല്യമുണ്ട് എന്ന് പറഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു. ആ പ്രപ്പോസലാണ് 22 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ. അതിന് ഭരണാനുമതി കിട്ടുന്നു. അപ്പോഴാണ് ഈ വാർത്തയുണ്ടായതും പിണറായി വിജയൻ മരപ്പെട്ടി മൂത്രമൊഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതും. വിവാദമായതോടെ അത് മാറ്റിവെച്ചു. ആ നിർമ്മാണ പ്രവർത്തനം നടന്നില്ല. ആ പഴയ ഉത്തരവിൻ്റെ പേരിലാണ് ഇപ്പോൾ കമ്മികൾ ബഹളം വയ്ക്കുന്നത്. കമ്മികളായതുകൊണ്ട് ഈ വിവാദത്തിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം അവർക്ക് വിവരമുണ്ടെങ്കിൽ അവർ പിണറായി ഇങ്ങനെ താങ്ങുകയില്ലല്ലോ. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. മുഖ്യമന്ത്രി ആവാതെ 72 ലക്ഷം രൂപയുടെ മോടി പിടിപ്പിക്കൽ ഉത്തരവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം പിണറായിക്കാണെന്ന് തിരിച്ചറിയണം. കാരണം ഇപ്പോഴും സാങ്കേതികമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതൊന്നും തിരിച്ചറിയാൻ ഇവർക്ക് വിവേകമില്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ ഈ അടിമപ്പണിക്ക് ഇറങ്ങുന്നത്. എന്നാൽ ഇതൊരു പ്രശ്നം തന്നെയാണ് വി.ഡി. സതീശന്. കാരണം എന്തെങ്കിലും മോടി പിടിപ്പിച്ചാൽ അപ്പോൾ തന്നെ വാർത്തയാവും, മോടി പിടിപ്പിക്കാതെ വാർത്തയാവുന്നു. മരപ്പെട്ടി കയറി ഇറങ്ങുന്ന സത്യമാണ്. ഈ അറ്റകുറ്റപ്പണികൾ ചെയ്തില്ലെങ്കിൽ പണിയാകും, അറ്റകുറ്റപ്പണി ചെയ്താൽ അത് മോടി പിടിപ്പിക്കലാവും. പിണറായിയെ എല്ലാവരും കൂടി പഞ്ഞിക്കിട്ടതുകൊണ്ട് അത് ചെയ്യാൻ ധൈര്യമില്ല. ഇത് 2 കൊല്ലം മുമ്പത്തെ എസ്റ്റിമേറ്റാണ് 72 ലക്ഷം.
അതിൽ കൂടുതൽ വേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാൽ അത്യാവശ്യമില്ലാത്ത അതിൻ്റെ ക്യാമ്പസ് ചുറ്റുമതിലും കന്നുകാലിക്കൂടും സ്വിമ്മിംഗ് പൂളും ഒക്കെ അടിപൊളിയാണെന്നാണ് റിപ്പോർട്ട്. അതിനൊന്നും മാറ്റം വരുത്തേണ്ടതില്ല, അതിനൊന്നും മുടക്കം വരില്ല. പക്ഷേ ക്ലിഫ് ഹൗസിനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും, ചെയ്താൽ പേരുദോഷമാകുമെന്ന് പേടിയുണ്ട്. ഇത് തന്നെയാണ് പല മന്ത്രിമന്ദിരങ്ങളുടെ അവസ്ഥ. ഈ മന്ത്രിമന്ദിരങ്ങളിൽ പലതും ഇപ്പോൾ പുതുതായി നിർമ്മിച്ച കുറേ വീടുകളുണ്ട്. MK മുനീറിൻ്റെ കാലത്ത് പുതുതായി നിർമ്മിച്ച പുതിയ വീടുകൾ, അതൊന്നും കുഴപ്പമില്ല, ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്നാൽ പഴയ വീടുകളുണ്ട്, ആ പഴയ വീടുകളിൽ പലതും ഇതേ അവസ്ഥയിലാണ്, ചോർന്നൊലിക്കുകയാണ്. അതേക്കൊണ്ട് കൈവച്ചാൽ പണിയാകുമെന്നറിയാം, അതുകൊണ്ട് എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിക്കുകയാണ്. അതിന് ബദലായി ഒരു നിർദ്ദേശം ഉയർന്നു വരുന്നുണ്ട്. വാസ്തവത്തിൽ തിരുവനന്തപുരത്ത് വീടുള്ളവരാണ് മിക്ക മന്ത്രിമാരും. കെ മുരളീധരനും CP ജോണും രമേശ് ചെന്നിത്തലയും അടക്കം ഒട്ടുമിക്ക മന്ത്രിമാർക്കും തിരുവനന്തപുരത്ത് വീടുണ്ട്. ഇതെല്ലാം ഒരുമാതിരി ഭേദപ്പെട്ട വീടാണ്. പിന്നെ എന്തിനാണ് ഇവർ മന്ത്രിമന്ദിരങ്ങളിലേക്ക് മാറുന്നത്? അവരവരുടെ വീട്ടിൽ താമസിച്ചാൽ പോരെ? ഈ ചോദ്യമാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും അവർക്കവിടെ വീടുണ്ട്, ആ വീട്ടിൽ താമസിച്ചാൽ ഖജനാവിലെ പണം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം. വീടില്ലാത്തവർക്ക് മാത്രം വീട് കൊടുക്കുക, അല്ലാത്തവർ വീട്ടിൽ താമസിക്കട്ടെ എന്ന് നിർദ്ദേശിക്കുന്നവരുണ്ട്. അതായിരിക്കും ഭേദം. മന്ത്രിമാർ ആലോചിക്കുക, സ്വന്തമായി തിരുവനന്തപുരത്ത് വീടുള്ളവർ ആ വീട്ടിൽ താമസിക്കുക. പാർക്കിങ്ങിന് ചില സൗകര്യങ്ങൾ ഒരുക്കണമെന്നത് വാസ്തവമാണ്, പക്ഷെ അങ്ങനെ താമസിക്കുന്നതായിരിക്കും പേരുദോഷം ഒഴിവാക്കാൻ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര അറ്റകുറ്റപ്പണിക്ക് ഇറങ്ങിയാലും പേരുദോഷമാകും. ആ പേരുദോഷം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ മന്ത്രിമാർ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുക. അല്ലാതെ ഏത് വഴിക്ക് പോയാലും നിങ്ങൾക്ക് പേരുദോഷമുണ്ടാവും. കാരണം പിണറായി വിജയനെയും മന്ത്രിമാരെയും ഈ മോടി പിടിപ്പിക്കലിൻ്റെ പേരിൽ ഒരുപാട് പരിഹസിച്ചതാണ് സോഷ്യൽ മീഡിയ. അവസരം കാത്തിരിക്കുകയാണ് കമ്മിക്കൂട്ടങ്ങൾ, അവർ രംഗത്തിറങ്ങും. അതുകൊണ്ട് കഴിയുമെങ്കിൽ മന്ത്രിമന്ദിരം ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ താമസിച്ചാൽ അത് മാതൃകയായി മാറും. AK ആന്റണി സ്വന്തം വീട്ടിലാണ് താമസിച്ചത്, സാധ്യമായ കാര്യമാണ്. മന്ത്രിമാർ എന്തിനാണ് സ്വന്തം വീട് വെറുതെ ഇട്ടിട്ട് ഈ വീട്ടിലേക്ക് പോകുന്നത്? എന്തായാലും ഭാര്യയും കുടുംബവും ഒക്കെ ഒപ്പമാണ് താമസിക്കുന്നത്. അപ്പോൾ സ്വന്തം വീട്ടിൽ താമസിക്കുക, അതിന് വേണ്ട ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ പണം ലാഭിക്കുക. ആ ധൈര്യം മന്ത്രിമാർ കാണിച്ചാൽ അവർക്ക് കയ്യടി കിട്ടും. അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി മോടി പിടിപ്പിക്കലായി മാറും. ഇതുവരെ സ്തുതിച്ചവരെല്ലാം പഞ്ഞിക്കിടുന്ന ദിവസങ്ങൾ വിദൂരമല്ല.